ഇനി വീട്ടിൽ തന്നെ കറുമുറ മുറുക്ക് തയ്യാറാക്കിയാലോ? അതിനായി ഇന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു 1/2 കപ്പ് ഉഴുന്ന് അതൊരു 10 മിനിറ്റ് നേരം നമുക്ക് കുതിർത്ത് വെക്കാം. അതിനുശേഷം വെള്ളം നന്നായി ഡ്രെയിൻ ചെയ്ത് ഒരു പാനിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കൂടുതൽ നേരം വറുക്കേണ്ട ആവശ്യമില്ല. ഒരു പൊട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും. ആ സമയം നമുക്കിത് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് നമുക്കിതിനെ നന്നായി പൊടിച്ചെടുക്കാം. 1/2 കപ്പ് ഉഴുന്നിന് നമ്മൾ 2 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇനി കൂടുതൽ നമുക്ക് ഉണ്ടാക്കണമെങ്കിലും ഇതേ അളവിൽ, അതായത് 1 കപ്പ് ഉഴുന്നാണെങ്കിൽ 4 കപ്പ് പത്തിരിപ്പൊടി, ആ രീതിയിൽ നമുക്ക് എടുക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഉപ്പുപൊടി, 1 ടേബിൾ സ്പൂൺ എള്ള്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ പൊടിച്ചു വച്ച ഉഴുന്നുപൊടി അതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ കായപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ഇതിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ ഇന്നിവിടെ 1.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി കുഴച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കുറച്ച് നേരം അടച്ചു വെക്കാം. ഇനി മുറുക്കുണ്ടാക്കുന്ന അച്ചിൽ വെളിച്ചെണ്ണ ഇതുപോലെ പുരട്ടി കൊടുക്കുക. ഈ രീതിയിൽ ഓട്ടയുള്ള ചില്ലാണ് നമ്മൾ മുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ പ്ലേറ്റിലും എണ്ണ തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോ ഉണ്ടകളാക്കി അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അടപ്പ് ഇതുപോലെ തിരിച്ച് അടച്ച ശേഷം ഇനി നമുക്ക് പതുക്കെ തിരിച്ച് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ഒരു പാനിൽ മുറുക്ക് മുങ്ങുന്ന രീതിയിൽ അത്രയും എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇതുപോലെ മുറുക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഒരു 3 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതിനെ തിരിച്ചു കൊടുക്കാം. ആകെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുറുക്ക് നന്നായി റെഡിയാവും. ഇങ്ങനെ നമുക്ക് മുറുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇനി ഇഷ്ടം പോലെ മുറുക്ക് തിന്നോളൂ. ഈ ചാനൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.